ഹായ് വെൽക്കം ടു മെജൂസ് ഫുഡ് ടെക്. തമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇന്ന് എൻ്റെ ഉമ്മി ഉണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ കുഴിമന്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടിയ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത്, 1 വലിയ കാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തത്, 1 വലിയ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്, 3 വലിയ സ്പൂൺ മല്ലിയില, 2 വലിയ സ്പൂൺ പുതിന. മല്ലിയിലയും പുതിനയൊക്കെ നല്ല പൊടിയായിട്ട് അരിയണം. പിന്നെ 2 ക്യൂബ് ചിക്കൻ സ്റ്റോക്ക്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 kg ചിക്കനാണ്. ഒരു ഫോർക്ക് യൂസ് ചെയ്ത് ചിക്കൻ്റെ മേലെ കുറച്ച് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. ഇത് മസാല ഒക്കെ നന്നായി ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ചിക്കൻ്റെ മേലെയും ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം. ചിക്കൻ കട്ട് ചെയ്യുമ്പോൾ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യുക. ഏകദേശം ഈ ഒരു സൈസ് മതി. അങ്ങനെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, ക്യാപ്സിക്കം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, മല്ലിയില, പുതിന ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, സവാളയും തക്കാളിയും മല്ലിയിലയും പുതിനയും ഒക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല ചെറുതായി വേണം കട്ട് ചെയ്യാൻ. ഇനി ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് കൈകൊണ്ട് പൊടിച്ച് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1.5 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് കമ്പൈൻ ചെയ്യാം. ഇതിലേക്കിനി 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യാം. ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ചിക്കൻ സ്റ്റോക്കിൽ ഓൾറെഡി കുറച്ച് ഉപ്പുണ്ടാവും, അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം ഒന്നുകൂടെ കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുക്കാം. പൊടിക്കൊന്നും വേണ്ട. 1 സ്പൂൺ പച്ചമുളക് പേസ്റ്റ് ആക്കിയത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമയമില്ല എന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂർ വെച്ചാലും മതി. കൂടുതൽ സമയം വെക്കുമ്പോൾ മസാല നന്നായി പിടിച്ച് നല്ല ടേസ്റ്റി ആവും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ സിനാറ അരിയാണ്, അല്ലെങ്കിൽ ഇതുപോലെ ലോങ് റൈസ് ഏതെങ്കിലും എടുത്താലും മതി. ഇനി അരി 1 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാം. 1 മണിക്കൂർ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ചിക്കൻ ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ചിക്കനിലുള്ള വെള്ളം നമ്മൾ വേറെ എക്സ്ട്രാ ആഡ് ചെയ്തതൊന്നുമല്ല, ചിക്കനിൽ നിന്ന് തന്നെ ഊറി വന്നിട്ടുള്ള വെള്ളമാണ്. ചിക്കൻ ഒരു ടോങ് യൂസ് ചെയ്ത് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ചിക്കൻ പീസസും ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം. ഇനി ചിക്കൻ മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ചിക്കൻ ഇതുപോലെ ഇടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. 2 സൈഡും നന്നായി കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ചിക്കൻ ഇനി വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ. ഇപ്പോൾ ഇതിൽ വെള്ളമൊക്കെ നന്നായി വറ്റി ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള, തക്കാളി, മല്ലിയില, പുതിന എല്ലാം ഇതിൽ അലിഞ്ഞു ചേർന്ന് നന്നായി ഉടഞ്ഞു പോയിട്ടുണ്ട്. നമുക്കിതിൽ കാണാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അരി സോക്ക് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറായി. ഇനി നമുക്ക് അരി വേവിക്കാം. അരി വേവിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിക്കുക. അതിലേക്ക് ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുക. 4 കഷ്ണം പട്ട ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 3-4 ഏലക്കയും 4 ഗ്രാമ്പൂവും ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുതിർത്ത് വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അരി 1/4 വേവാകുമ്പോൾ ഊറ്റിയെടുക്കാം. ഫ്രൈഡ് റൈസിനുള്ള ഒരു വേവൊക്കെ ആയാൽ മതി. ചിക്കൻ സ്റ്റൗവിലേക്ക് വെച്ച് ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്യാം.
ഇതിൻ്റെ മേലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റവിൻ്റെ മേലെ എന്തെങ്കിലും മൂടി വെച്ചിട്ട് അതിൻ്റെ മേലെ മന്തി സെറ്റ് ചെയ്തിട്ടുള്ള പാത്രം വെക്കാം. ഇനി ചെറു ചൂടുള്ള പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അത് റൈസിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ ചാർക്കോൾ എടുക്കുക. ഞങ്ങളിവിടെ അടുപ്പിൽ നിന്നുള്ള കനലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മേലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഇതൊന്ന് പുകഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ സ്മോക്കി സ്മെല്ലായിട്ടുള്ള ചിക്കൻ മന്തി റെഡി. ഇത് വിളമ്പുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചിക്കനും റൈസും സെപ്പറേറ്റ് പാത്രങ്ങളിലേക്ക് ആക്കുക. ഇനി മാറ്റി വെച്ച റൈസ് വീണ്ടും മന്തി സെറ്റ് ചെയ്തുള്ള പാത്രത്തിലേക്ക് ആക്കി മസാലയും റൈസും നന്നായി മിക്സ് ചെയ്യുക. ഇനി മന്തി കഴിക്കണം എന്നുണ്ടെങ്കിൽ വേറെ എവിടെയും പോവേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.